ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു കർമൂസ് തോരൻ വെച്ചിട്ട് കാണിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കർമൂസെല്ലാം മുറിച്ചിട്ടുള്ള റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ആക്കിയിട്ടാണുള്ളത്. മുറിച്ചിടുമല്ലേ ഇതിന് ചെറുകി വെച്ച പോലെ ആക്കിയിട്ട്. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കർമൂസ് ഉപ്പേരി എന്നും പറയും, കർമൂസ് തോരൻ എന്ന് പറയും, പല ആളുകൾ പല വിധത്തിലും പറയും. പപ്പായ എന്ന് പറയുന്നുണ്ട്, എല്ലാം പറയും, എല്ലാം വിളിക്കാം. അപ്പം നല്ല ഗുണമുള്ള സാധനമാണ്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം ചിലയിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പേരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാം. ഞാൻ മഞ്ഞൾ, മുളക്, ഉപ്പ്, ഇതെല്ലാം പച്ചമുളക് ഇതെല്ലാം കൂടി എടുത്ത് നല്ല റെഡിയാക്കി വെച്ചതാണ്. ഉപ്പെല്ലാം പാകത്തിനൊന്നും ഇപ്പോൾ ഒന്നും ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് ഈ കർമൂസ ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ആയ. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേബേജ് തോരനിലല്ല ആക്കില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ രുചിയായിട്ടില്ല. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഓരോരുത്തർ ഓരോ വിധത്തിലാണ് ആക്കുക. ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഉപ്പേരിയാക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെയും ആക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. മുറിച്ചിട്ടിട്ടും ആക്കലുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് ഇതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നും. അപ്പോൾ ഇതൊന്നും അരച്ച് വെക്കാം. സിമ്മിലാക്കി അരച്ച് വെക്കാം. ഇതേ ബന്ധമുള്ളൂ, വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട. വീണ്ടും അടച്ചു വെക്കാം. കണ്ട ഏകദേശമായിട്ട് ഇത്രയും ഉണ്ട്. വേവുമെല്ലാം അത്രയും ഉണ്ടാവും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആടിക്കടിച്ച് വയ്യ. അപ്പോൾ വേഗത്തിലൊന്നും പോകും. ഇങ്ങനെയാകുമ്പം വേഗം കൊണ്ട് കിട്ടും. അധികം നേരമൊന്നും വേണ്ട. എന്തായാലും ഇതാന്ന് പറയുമ്പോഴത്തേക്ക് റെഡിയാകുന്ന സംഭവമാണ്. ഒരു ചൂടി അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. കഴിയുമ്പോൾ നല്ല വീഴാൻ പോകും. എനിക്ക് ചൂടാണ്, അപ്പം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര ചൂടാണ്. പുറത്ത് വെയിലിൻ്റെ ചൂട്. അടുക്കളയിൽ ഫാനിടാൻ പറ്റില്ലല്ലോ, ഗ്യാസ് അപ്പോൾ ഓഫായി പോകില്ലേ. ഇല്ലെങ്കിൽ ഫാന് കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ വേണ്ടത്, പിന്നെ ഗ്യാസ് കത്തൂല. അപ്പോൾ ഞാൻ ഉപ്പേരിയുടെ റെഡിയാക്കിയിട്ട്
നല്ല വെള്ളമെല്ലാം വെച്ച് നല്ല ക്ലിയറായിട്ടുണ്ട്. എന്തിനോ നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഇടക്കിടക്ക് കടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലില്ലാത്തതിൻ്റെ ആ ഒരു കുറവുണ്ട് കാണാൻ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഞാൻ ഇടാൻ പറ്റില്ലല്ലോ. അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. അതില്ലാത്തത് കാരണം ഇല്ലാത്ത പോലെ നമുക്കാക്കാം. അല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കാം. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം. അപ്പം ഇതെൻ്റെ റെഡി ആയിട്ടുണ്ട്. കർമോസ് ഉപ്പേരി, കർമോസ് തോരൻ, എന്ത് വേണ്ടിക്കും വിളിക്കാൻ വേണ്ടി. അപ്പം ഞാനിത് തീ ഓഫാക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. തൊണ്ടക്കൊരു കച്ചുകച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വർത്താനം പറയുമ്പോൾ തോന്നുന്നു ശരിയാവുന്നില്ല. കാലാവസ്ഥയിൽ ഇതുകൊണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആയിരിക്കും ഇങ്ങനെ പോകുന്നില്ല. അപ്പോൾ അതതിൻ്റെ പണിയെടുക്കട്ടെ, ഞാൻ എൻ്റെ പണിയെടുക്കട്ടെ. അതല്ല പിന്നെ നമ്മളെന്ത് ചെയ്യാനപ്പാ. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ കർമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ. ഇതാ, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.